മാത്യു കുഴൽനാടൻ MLA അത്ര പെട്ടെന്നൊന്നും ആർക്കും മറന്നുപോകാൻ കഴിയില്ല. അദ്ദേഹം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കേരളത്തിലെ വക്താവായിരുന്നു. ED വരണം, കേരളത്തിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് അന്വേഷിക്കണം, മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നിയമസഭയ്ക്ക് അകത്തും പുറത്തും നിരന്തരം സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന ആളാണ്. വാർത്താ സമ്മേളനം വിളിച്ച് നിരന്തരം എന്തുകൊണ്ടാണ് CBI വരാത്തത്, എന്തുകൊണ്ടാണ് ED വരാത്തത് എന്ന് ചോദിക്കുന്ന MLA കോൺഗ്രസ് നേതാവാണ് മാത്യു കുഴൽനാടൻ. വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞതിന് ശേഷം ചില ചോദ്യങ്ങളൊക്കെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം വാർത്താ സമ്മേളനം ഉപേക്ഷിച്ച് ലൈവ് സ്ട്രീമിംഗ് തുടങ്ങി മാത്യു കുഴൽനാടൻ. KPCC ഓഫീസിൽ നിന്ന് തനിക്ക് പറയാനുള്ളത് ലൈവ് സ്ട്രീമിംഗ് ആണ് വിത്ത് പ്രസന്റേഷൻ. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രീതി. കയ്യിൽ എപ്പോഴും ഒരു ലാപ്ടോപ്പും വെച്ച് അദ്ദേഹം EDയെ ക്ഷണിച്ചുകൊണ്ടിരിക്കും കേരളത്തിലേക്ക്, CBIയെ ക്ഷണിച്ചുകൊണ്ടിരിക്കും കേരളത്തിലേക്ക്. എന്തിന്? കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ച് അന്വേഷണം നടത്തണം, കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അന്വേഷണം നടത്തണം, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഇതാണ് ആവശ്യം. ഇപ്പോഴിതാ തിരിഞ്ഞ് കുത്തിയിരിക്കുന്നു. പുതിയ വാർത്ത വന്നിട്ടുണ്ട്. വാർത്ത മറ്റൊന്നുമല്ല, ED അന്വേഷിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്നു. ആരെക്കുറിച്ച് അന്വേഷിക്കാൻ? മാത്യു കുഴൽനാടനെ കുറിച്ച് അന്വേഷിക്കാൻ. സാക്ഷാൽ മാത്യു കുഴൽനാടനെ കുറിച്ച് അന്വേഷിക്കാൻ. മാത്യു കുഴൽനാടൻ ചിന്നക്കനാലിൽ റിസോർട്ട് വാങ്ങിയത് വലിയ ചർച്ചയായിരുന്നു. എവിടെ നിന്നാണ് ഇത്രയും പണം എന്നൊക്കെയുള്ള ചോദ്യം നേരത്തെ ഉയർന്നിരുന്നു. അപ്പോൾ പറഞ്ഞത്, ഞാൻ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്, എനിക്ക് ഒരു അഭിഭാഷക സംഘം തന്നെയുണ്ട്, ഓഫീസുണ്ട്, 4-5 ഓഫീസുണ്ട്, അവിടെയൊക്കെ നിരവധി കേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പണത്തിന് ഒരു ക്ഷാമമേ ഇല്ല. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് റിസോർട്ട് വാങ്ങിയത് എന്നാണ്. പക്ഷേ വാങ്ങിയത് ഏത് പണം ഉപയോഗിച്ച്, എവിടെ നിന്ന് ഇത്രയും തുക കിട്ടി, 6 കോടിയോളം രൂപ എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്ന ചോദ്യമാണ് ED ചോദിക്കുന്നത്. ED പറയുന്നു കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് എന്ന്. ED ഇതിനകം തന്നെ രേഖകളൊക്കെ സമാഹരിച്ചു. അതോടൊപ്പം തന്നെ മുൻ ഉടമസ്ഥരെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ മാത്യു കുഴൽനാടനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മാത്യു കുഴൽനാടനെ നോട്ടീസ് അയക്കാൻ ED തീരുമാനിച്ച വാർത്തയാണ് പുറത്തു വന്നത്. എല്ലാ മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വാർത്ത വായിക്കാം. ഇങ്ങനെയാണ്: ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ MLA വാങ്ങിയ റിസോർട്ടിന്റെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ചാണ് ED അന്വേഷണം. വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിന് ഇടയിലാണ് ECIR രജിസ്റ്റർ ചെയ്ത് സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധന നടത്താൻ ED നീങ്ങുന്നത്. റിസോർട്ടിന്റെ മുൻ ഉടമകളായ 3 പേരെ ED ചോദ്യം ചെയ്തിരുന്നു. വൈകാതെ MLAയെയും ED ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യുന്നതിനുള്ള നോട്ടീസ് ഉടൻ MLAക്ക് നൽകും. 6 കോടിയിലധികം വില വരുന്ന റിസോർട്ട് വാങ്ങിയ MLAയുടെ സാമ്പത്തിക സ്രോതസ്സാണ് ED അന്വേഷിക്കുന്നത് എന്നാണ് വാർത്ത. സ്ഥലം വാങ്ങി 1 ഏക്കറാണ് വാങ്ങിയത്. 50 സെന്റ് സ്ഥലം സർക്കാർ ഭൂമി കയ്യേറി. അതാണ് വിജിലൻസ് അന്വേഷണത്തിൽ എത്തിയത്. അതോടൊപ്പം തന്നെ ഈ വാങ്ങിയ സ്ഥലത്ത് റിസോർട്ട് പണിയാൻ കഴിയില്ല, അതും നിയമവിരുദ്ധമായാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അടിമുടി നിയമവിരുദ്ധം. പണം എവിടെ നിന്ന് വന്നു? ഭൂമി കയ്യേറി, റിസോർട്ട് പണിയുന്നത് അനധികൃതം. ഇങ്ങനെയുള്ള ഒരു ആളാണ് മാത്യു കുഴൽനാടൻ എന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ മാധ്യമങ്ങൾ അതൊന്നും വലിയ വാർത്തയാക്കാൻ തയ്യാറായില്ല. മാധ്യമങ്ങൾക്ക് ആവശ്യം മറ്റെന്തൊക്കെയാണ്? മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ, മന്ത്രിമാർക്കെതിരെ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയൊക്കെ വലിയ വായിൽ സംസാരിക്കുന്ന ആളാണ് മാത്യു കുഴൽനാടൻ. പൊട്ടിത്തെറിക്കുന്ന ആളാണ് മാത്യു കുഴൽനാടൻ. യുവജനങ്ങളുടെ പ്രതീക്ഷയായി മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ആളാണ് മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടൻ്റെ കോട്ട്, മാത്യു കുഴൽനാടൻ്റെ വാഹനം, മാത്യു കുഴൽനാടൻ്റെ മുടി, ഇവയൊക്കെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തകൾ വരെ എഴുതിയിട്ടുണ്ട് എന്നോർക്കണം. എന്തൊരു PR വർക്കായിരുന്നു! EDയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുവാൻ എത്ര ശ്രമിച്ചതാണ്. ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നു ED സ്വന്തം വീട്ടിലേക്ക് തന്നെ. ഇതാണ് പറയുന്നത്, മടിയിൽ കനമുള്ളവരെ അധികം തുള്ളുകയുള്ളൂ എന്ന്. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇപ്പോൾ EDക്ക് മുന്നിൽ ഹാജരായി സത്യം പറയേണ്ടി വരും നമ്മുടെ മാത്യു കുഴൽനാടന്. ആ അന്വേഷണത്തെ ഭയപ്പെടുന്നില്ല എന്നാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും EDയെ കേരളത്തിലേക്ക് ക്ഷണിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ച മാത്യു കുഴൽനാടന് ED വരുമ്പോൾ ED ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാനൊന്നും കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ നേരത്തെ EDയെ കുറിച്ച് പറഞ്ഞ
CBIയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തു വരും. അതും മാത്യു കുഴൽനാടന് വലിയ തിരിച്ചടിയായി മാറും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്.